Gayatri. Daraisa got 916. മിസ് അത് ഞാൻ ലാപ്ടോപ്പിൽ നിന്ന് ജോയിൻ ചെയ്തപ്പോൾ ഇതില് വേറെ മെയിൽ ഐ ഡി. കുഴപ്പമില്ല. അവിടെ ഒരാൾ മുന്നിൽ എഞ്ചിന് ഇല്ലെന്ന്. പനി ശക്തമായോ? പനിയാ, ഓൺലൈൻ കയറുമെന്നാ പറഞ്ഞ. പനി ശക്തമായിരിക്കണം. ഓക്കേ, ഇന്നലെ വരെ ഉള്ളത് ചെയ്തോ? സെൻട്രീസ എന്തായി? ചെയ്തോ? അപ്പൊ ഇന്നലെ നമ്മള് POS ഇൻവോയ്സ് ആയിരുന്നു. POS ഇൻവോയ്സ് ഒക്കെ ക്ലിയർ ആണല്ലോ ടോപ്പിക്ക്. അപ്പോ ഇന്ന് നോക്കാൻ പോകുന്നത് കോസ്റ്റ് സെന്റർ എന്നുള്ള ടാലിയുടെ ഒരു ഫീച്ചർ ആണ്. ഓക്കെ, ഇപ്പം നമ്മൾ നോർമലി എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ എക്സ്പെൻസ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ സാലറി പെയ്ഡ് ആണെന്ന് വിചാരിച്ചു. സാലറി പെയ്ഡ് നിങ്ങൾ എങ്ങനെയാ റെക്കോർഡ് ചെയ്യാം? ജേണൽ എൻട്രി എങ്ങനെയാ വരാം? എങ്ങനെ ടാലി അത് റെക്കോർഡ് ചെയ്യും? സാലറി പെയ്ഡ് ഒരാൾ അഡ്മിറ്റ് ചെയ്തിട്ട് പറഞ്ഞു. നിങ്ങൾക്കൊക്കെ അറിയാം. ആരോ നമ്മൾ വീഡിയോ ഓഫ് ചെയ്ത് പോയാ എന്നോട് ചോദിക്കണ്ട നോക്ക്. ഇല്ല, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാ, പറഞ്ഞു. സാലറി പെയ്ഡ് എന്നുള്ള ഒരു ട്രാൻസാക്ഷൻ വന്നാൽ നിങ്ങൾ ടാലിയിൽ എങ്ങനെ റെക്കോർഡ് ചെയ്യും? തെറ്റിയൊന്നും പോകൂല, പറഞ്ഞോ. സാലറി അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് ഓർ ബാങ്ക്. സാലറി അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് ഓർ ബാങ്ക്. ഏതാ വൗച്ചർ വരിക? പേയ്മെന്റ് വൗച്ചർ. കറക്റ്റ്. ഇതെല്ലാവരുടെ മനസ്സിൽ ഈ ആൻസർ വന്നു എന്നുള്ളത് അറിയാം. അത് പറയാനുള്ള ഒരു തെറ്റിപ്പോകുമെന്നൊരു പേടി അല്ലെ. സാലറി അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക് ഓർ ക്യാഷ് എന്നുള്ള എൻട്രി വരും. ഇപ്പോ ഒരു ഓഫീസിൽ, ഒരു ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയി ഒന്നും ആയിരിക്കില്ലല്ലോ, ഒരു 5-10 പേരുണ്ടാവും. ഈ 5-10 പേർക്ക് ഓരോ മാസത്തെ സാലറി എമൗണ്ട് എത്ര കൊടുത്തു എന്നുള്ളത് ഈ ഒരു ഒറ്റ ജേണൽ എൻട്രിയിൽ നമുക്ക് മനസ്സിലാകുമോ? ഒരു 1 lakh സാലറി എമൗണ്ട് ഡെറ്റ് 1 lakh ടു ബാങ്ക് എന്നുള്ള ഒരു ജേണൽ എൻട്രിയിൽ നിന്നും ഓരോ എംപ്ലോയീസിനും എത്രയാണ് സാലറി എമൗണ്ട് കൊടുത്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ ഒരു പർട്ടിക്കുലർ എക്സ്പെൻസിനെ സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി ആർക്കൊക്കെയാണ് ആ ഒരു പർട്ടിക്കുലർ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്തത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ടാലിയിൽ കോസ്റ്റ് സെന്റർ ആൻഡ് കോസ്റ്റ് കാറ്റഗറി എന്നുള്ള ഫീച്ചർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലാസ് തുടങ്ങി മെല്ലെ മെല്ലെ ആയപ്പോഴേക്ക് ഓരോരുത്തരായിട്ട് വീഡിയോ ഒക്കെ ഓഫ് ചെയ്ത് സ്ഥലം വിട്ടു. ഓക്കെ, കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് വീഡിയോ ഓൺ ചെയ്തോ ഓഫ് ചെയ്തോ ഇരിക്കാം. കുറച്ചു നേരം നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളതൊന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ ഒന്ന് ഓൺ ചെയ്യാൻ പറയാം. സോ ഞാൻ PPT ഷെയർ ചെയ്യാം. കോസ്റ്റ് കാറ്റഗറി ആൻഡ് കോസ്റ്റ് സെന്റർ. ഒരു പർട്ടിക്കുലർ എക്സ്പെൻസിനെ എങ്ങനെയാണ് നമ്മൾ അലോട്ട് ചെയ്തത്, ആർക്കൊക്കെ അലോട്ട് ചെയ്തിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത് എന്നത് കാണിക്കാൻ വേണ്ടിയാണ് ടാലിയിൽ കോസ്റ്റ് കാറ്റഗറി ആൻഡ് കോസ്റ്റ് സെന്റർ എന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ കോസ്റ്റ് കാറ്റഗറി എന്നുള്ളതാണ് പർട്ടിക്കുലർ കോസ്റ്റ് വരുന്നത്. ഇപ്പം സാലറി പെയ്ഡ് എന്നുള്ളതാണ് എങ്കിൽ സാലറി പെയ്ഡ് ഇപ്പൊ ഇവിടെ ഇപ്പൊ വരുന്നുണ്ട് 4. ഈ 4 പേർക്കായിട്ട് സാലറി 4 5 പേര്, ഈ 5 പേർക്കായിട്ട് സാലറി എമൗണ്ട് തന്നു. നിങ്ങൾക്ക് 5 പേർക്ക് സാലറി എമൗണ്ട് തന്നു. 25,000 വെച്ച് 5 പേർക്കും സാലറി എമൗണ്ട് തന്നു എന്ന് വിചാരിച്ചോ. അപ്പൊ സാലറി എന്നുള്ളതാണ് കോസ്റ്റ് കാറ്റഗറി ആവുക. ഓക്കെ, എന്താണോ എക്സ്പെൻസ് എന്താണോ ആ എക്സ്പെൻസ് ആണ് കോസ്റ്റ് കാറ്റഗറി വരുന്നത്. കോസ്റ്റ് കാറ്റഗറി ആയിരിക്കും എക്സ്പെൻസ്. ദെൻ കോസ്റ്റ് സെന്റർ, ആർക്കാണ് ഇത് അലോട്ട് ചെയ്തത്, ആർക്കാണ് ഈ ഒരു പർട്ടിക്കുലർ എക്സ്പെൻസിനെ അലോട്ട് ചെയ്തത്. ഇതൊരു ഓർഗനൈസേഷൻ യൂണിറ്റ് ആണ്. ഓരോ എക്സ്പെൻസും ആർക്കൊക്കെയാണ് അലോട്ട് ചെയ്തത്, ആ ഒരു ട്രാൻസാക്ഷനിൽ ആർക്കൊക്കെയാണ് അലോട്ട് ചെയ്തത് എന്നുള്ളതാണ് കോസ്റ്റ് സെന്റർ. അപ്പൊ നിങ്ങളുടെ 5 പേരുടെ പേരായിരിക്കും കോസ്റ്റ് സെന്റർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക.
ആരോമൽ, ഗായത്രി, ഹനീന, സെൻട്രിസ, തസ്നി എന്നൊക്കെ ഉള്ളതായിരിക്കും കോസ്റ്റ് സെന്റർ വരിക. കോസ്റ്റ് കാറ്റഗറി സാലറി ആയിരിക്കും. അപ്പൊ പർട്ടിക്കുലർ എക്സ്പെൻസ് കോസ്റ്റ് കാറ്റഗറി ആയിട്ടും ആർക്കാണ് ഇത് അലോട്ട് ചെയ്തതെന്നുള്ളത്, ഓക്കെ, ആർക്കാണ് ആ ഒരു പർട്ടിക്കുലർ എക്സ്പെൻസ് കൊടുത്തത് എന്നുള്ളത് കോസ്റ്റ് സെന്റർ ആയിട്ടും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. കോസ്റ്റ് കാറ്റഗറി എന്താണ്, കോസ്റ്റ് സെന്റർ എന്താണെന്നുള്ളത് ക്ലിയർ ആയില്ലേ? കോസ്റ്റ് കാറ്റഗറി പർട്ടിക്കുലർ എക്സ്പെൻസ്, ആ പർട്ടിക്കുലർ എക്സ്പെൻസ് ആർക്കൊക്കെയാണ് കൊടുത്തത് എന്നുള്ളതാണ് കോസ്റ്റ് സെന്റർ വരിക. ഓക്കെ, ഇനി ഇതെങ്ങനെ ടാലിയിൽ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് F11 കോസ്റ്റ് സെന്റർ എന്നുള്ള ഓപ്ഷൻ യെസ് ആക്കി കൊടുക്കുക. F11 കോസ്റ്റ് സെന്റർ എന്നുള്ള ഓപ്ഷൻ യെസ് ആക്കി കൊടുക്കുക. കോസ്റ്റ് സെന്റർ ഈ ഒരു ഓപ്ഷൻ യെസ് ആക്കി കൊടുക്കുക. നോട്ട് ചെയ്തോ? ഇത് യെസ് ആക്കുമ്പോൾ നമുക്ക് ക്രിയേറ്റില് കോസ്റ്റ് കാറ്റഗറി എന്നുള്ളൊരു ഓപ്ഷൻ വരും. ഓക്കെ, ക്രിയേറ്റ് ഗേറ്റ്വേ ഓഫ് ടാലി ക്രിയേറ്റ്. ഇതിൽ ചിലപ്പോൾ ഷോ മോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ടി വരും. ഷോ മോറിൽ കോസ്റ്റ് കാറ്റഗറി ഇതുപോലെ ഷോ മോറിൽ ക്ലിക്ക് ചെയ്യണം. ഷോ മോറിൽ കോസ്റ്റ് കാറ്റഗറി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ. ഓക്കെ, കോസ്റ്റ് കാറ്റഗറി. കോസ്റ്റ് കാറ്റഗറിയിൽ രണ്ട് ഓപ്ഷൻസ് നമുക്ക് വരും, ക്രിയേറ്റ് ന്യൂ ആൻഡ് ഓൾട്ടർ എക്സിസ്റ്റിംഗ്. അതായത് ഡിഫോൾട്ട് ആയിട്ട് പ്രൈമറി കോസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്ന ഒരു കോസ്റ്റ് കാറ്റഗറി ടാലിയിലുണ്ട്. അതിനെ ഓൾട്ടർ ചെയ്യണോ പുതിയത് ക്രിയേറ്റ് ചെയ്യണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതിനെ ഓൾട്ടർ ചെയ്യണോ പുതിയത് ക്രിയേറ്റ് ചെയ്യണോ? അപ്പൊ ക്രിയേറ്റ് ന്യൂ തന്നെ കൊടുക്കുക. ഓൾട്ടർ ചെയ്യേണ്ട ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. ഗേറ്റ്വേ ഓഫ് ടാലി ക്രിയേറ്റ് കോസ്റ്റ് കാറ്റഗറി, അതിൽ ക്രിയേറ്റ് ന്യൂ. ദെൻ എന്താണോ ആ ഒരു കോസ്റ്റ് കാറ്റഗറി, ഞാൻ പറഞ്ഞു സാലറി ആണെങ്കിൽ സാലറി, വേജസ് ആണെങ്കിൽ വേജസ്. ഇനിയിപ്പോ ട്രാൻസ്പോർട്ടേഷൻ ചാർജസ്, ഇപ്പൊ സെയിൽസ്മാൻ ഒക്കെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചാർജ്, അതിനുള്ള അവരുടെ ട്രാവലിംഗ് എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കും. വേണമെങ്കിൽ ട്രാവലിംഗ് എക്സ്പെൻസ് എന്നുള്ളത് കോസ്റ്റ് കാറ്റഗറി ആയിട്ട് കൊടുക്കാം. എന്ത് എക്സ്പെൻസ് ആണോ നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ആ എക്സ്പെൻസിനെ കോസ്റ്റ് കാറ്റഗറി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. കോസ്റ്റ് കാറ്റഗറി ആ ഒരു പേര് മാത്രം കൊടുത്താൽ മതി, വേറെ ഓപ്ഷൻസ് ഒന്നും നിങ്ങൾ മാറ്റണ്ട, സേവ് ചെയ്യുക. അടുത്തത് കോസ്റ്റ് സെന്റർ ക്രിയേറ്റ് ചെയ്യാം. അതും ഗേറ്റ്വേ ഓഫ് ടാലി ക്രിയേറ്റിൽ കോസ്റ്റ് സെന്റർ. കോസ്റ്റ് സെന്റർ അപ്പൊ നമ്മുടെ കമ്പനിക്ക് ഈ ഒരു കോസ്റ്റ് സെന്റർ എന്നുള്ള ഓപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾ F11 കോസ്റ്റ് സെന്റർ ഇനേബിൾ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, കോസ്റ്റ് സെന്റർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കോസ്റ്റ് കാറ്റഗറി എന്താണെന്ന് നമ്മളോട് ചോദിക്കും. കോസ്റ്റ് കാറ്റഗറി കൊടുക്കുക. ദെൻ നെയിമിന്റെ അവിടെ ആർക്കൊക്കെയാണ്, അതായത് ഓരോ എംപ്ലോയീസിന്റെയും പേരായിരിക്കും ഇവിടെ നെയിമിന്റെ അവിടെ കൊടുക്കുക, ഓരോ എംപ്ലോയീസിന്റെയും പേര്. പിന്നെ നമ്മൾ നോർമലി ഒരു എക്സ്പെൻസ് ചെയ്യുന്നത് പോലെ ആ ഒരു പേയ്മെന്റ് വൗച്ചർ ആണെങ്കിൽ പേയ്മെന്റ് വൗച്ചറിൽ ആ ഒരു എൻട്രി ഇടുക. ആ എൻട്രി ഇടുമ്പോൾ നമുക്ക് ഇതുപോലെ ഓപ്ഷൻസ് വരും. സാലറി എന്നിട്ട് നിങ്ങൾ ടോട്ടൽ എമൗണ്ട് കൊടുത്തു കഴിയുമ്പോൾ ആർക്കൊക്കെയാണ് ഇത് അലോട്ട് ചെയ്തത് എന്നുള്ളത് ചോദിക്കും. അപ്പൊ സാലറി എമൗണ്ട് 50,000, ഇവിടെ റാമിന് 10,000 കൊടുത്തു, റിയയ്ക്ക് 10,000, ലക്ഷ്മിക്ക് 15,000, നന്ദന് 15,000. അപ്പം ഓരോ എംപ്ലോയീസിന്റെയും സാലറി എമൗണ്ട് എത്രയാണെന്നുള്ളത് ഈ ഒരു വൗച്ചർ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. സോ ഓരോരുത്തർക്കും എത്ര എമൗണ്ട് വെച്ചാണ് എക്സ്പെൻസ് പോയിട്ടുള്ളത്, ഓരോരുത്തരുടെയും എക്സ്പെൻസ് എങ്ങനെയാണ് അലോട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഈ ഒരു കോസ്റ്റ് സെന്റർ കോസ്റ്റ് കാറ്റഗറി വെച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാകും. ഓക്കെ, ഇത് നമുക്കൊന്ന് ചെയ്തും കൂടെ നോക്കാം.
ഇന്നത്തെ അസൈൻമെന്റിലുള്ള ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാവേ. ഒരു ബില്ല് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, പേയ്മെന്റ് വൗച്ചർ. ഓക്കെ, ബില്ലാണ്. ട്രാവലിംഗ് എക്സ്പെൻസ് എന്നുള്ളതാണ് ആ ഒരു എക്സ്പെൻസ് തന്നിട്ടുള്ളത്. പേയ്മെന്റ് വൗച്ചർ ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം നരേഷൻ ഒന്ന് വായിച്ചു നോക്കുക. പെയ്ഡ് 4,000 ഫോർ ട്രാവലിംഗ് എക്സ്പെൻസ് ഫോർ 2 എംപ്ലോയീസ് ആണ്. 2 എംപ്ലോയീസ് ആണ്, ആതിര ആൻഡ് ഷാജി. ഈ 2 പേർക്ക് ഒരാൾക്ക് 1000 ഒരാൾക്ക് 3000 വെച്ച് കൊടുത്തു. അങ്ങനെ 4000 രൂപയാണ് ടോട്ടൽ എക്സ്പെൻസ് വന്നിട്ടുള്ളത്. ഓക്കെ, അതേപോലെ അടുത്തൊരു ബില്ല് നോക്കുകയാണെങ്കിൽ ഫുഡ് എക്സ്പെൻസ്. അതും 3 എംപ്ലോയീസിനാണ് ഫുഡ് എക്സ്പെൻസ് കൊടുത്തിട്ടുള്ളത്. മോഹൻ, ഷമീർ, വിനു എന്ന് പറയുന്ന 3 പേർക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. അവരുടെ ടോട്ടൽ എമൗണ്ടും തന്നിട്ടുണ്ട്. അപ്പൊ ഈ 2 കേസിൽ നമുക്ക് എന്ത് ചെയ്യണം, കോസ്റ്റ് സെന്ററും കോസ്റ്റ് കാറ്റഗറി ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. കോസ്റ്റ് കാറ്റഗറി വരുന്നത് ട്രാവലിംഗ് എക്സ്പെൻസ് ആയിരിക്കും. ഈ ഒരു കേസിൽ ഫുഡ് എക്സ്പെൻസ് കോസ്റ്റ് കാറ്റഗറി വരും. പിന്നെ എംപ്ലോയീസിന്റെ പേര് കോസ്റ്റ് സെന്റർ ആയിട്ടും വരും. ഓക്കെ, അപ്പോ നമുക്കത് ടാലിയിൽ ചെയ്യാം. നമ്മുടെ കമ്പനി ആദ്യം സെലക്ട് ചെയ്തു. നിങ്ങൾ ചെയ്യുന്ന കമ്പനി തന്നെയാണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഫസ്റ്റ് സ്റ്റെപ്പ് F11 കോസ്റ്റ് സെന്റർ എന്നുള്ള ഓപ്ഷൻ എസ് ആക്കുക. F11 കോസ്റ്റ് സെന്റർ എന്നുള്ള ഓപ്ഷൻ എസ് ആക്കുക. അത് എസ് ആക്കി. ദെൻ ക്രിയേറ്റില് കോസ്റ്റ് കാറ്റഗറി ആണ്. കോസ്റ്റ് കാറ്റഗറിയുടെ ഓപ്ഷൻ ഇവിടെ അവൈലബിൾ അല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഷോ മോറിൽ ക്ലിക്ക് ചെയ്യുക. ഷോ മോറിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ കോസ്റ്റ് കാറ്റഗറി ഷോ മോറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു കോസ്റ്റ് കാറ്റഗറിയുടെ ഓപ്ഷൻ കിട്ടുള്ളൂ. ഷോ മോർ കൊടുക്കുക, കോസ്റ്റ് കാറ്റഗറി. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. ഇവിടെ നമ്മുടെ ബില്ലില് ട്രാവലിംഗ് എക്സ്പെൻസ് ആയിരുന്നു. സോ കോസ്റ്റ് കാറ്റഗറി ആയിട്ട് ട്രാവലിംഗ് എക്സ്പെൻസ്. Ctrl A അടിച്ചു സേവ് ചെയ്തു. വേറെ ഓപ്ഷൻസ് ഒന്നും മാറ്റാനില്ല. ട്രാവലിംഗ് എക്സ്പെൻസ് കൊടുത്തു. ദെൻ കോസ്റ്റ് സെന്റർ, ക്രിയേറ്റില് കോസ്റ്റ് സെന്റർ. ഇവിടെ ഇതുണ്ടോ, പ്രൈമറി കോസ്റ്റ് കാറ്റഗറിയാണ് ഡിഫോൾട്ട് ആയിട്ട് അവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഒന്ന് ബാക്ക് സ്പേസ് അടിക്കുക. നമ്മുടെ കോസ്റ്റ് കാറ്റഗറി ഏതാണെന്നുള്ളത് കൊടുക്കുക. ട്രാവലിംഗ് എക്സ്പെൻസ് ആണ് നമ്മുടെ കോസ്റ്റ് കാറ്റഗറി. അപ്പൊ അത് സെലക്ട് ചെയ്യുക. ബാക്ക് സ്പേസ് അടിക്കുമ്പോൾ നമുക്കിത് മാറ്റി കൊടുക്കാൻ വരും കേട്ടോ. ഏതൊക്കെ കോസ്റ്റ് കാറ്റഗറി ഉണ്ടോ അതൊക്കെ അവിടെ വരും. അപ്പൊ അത് കൊടുത്തു. നെയിം, ഓരോ പാർട്ടിയുടെയും പേര്, അതായത് ട്രാവലിംഗ് എക്സ്പെൻസ് വന്നിട്ടുള്ള ഓരോ എംപ്ലോയീസിന്റെയും പേര് ഇവിടെ കൊടുക്കാം. ആതിരയും ഉണ്ട്, ഷാജിയും ഉണ്ട്. ഓക്കെ, നെയിം ആതിര എന്ന് കൊടുത്തു, സേവ് ചെയ്തു. അടുത്തത് ഷാജി എന്ന് കൊടുത്തു, Ctrl A അടിച്ചു സേവ് ചെയ്തു. ഇതെല്ലാം രണ്ടും ട്രാവലിംഗ് എക്സ്പെൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ കോസ്റ്റ് കാറ്റഗറിയും ക്രിയേറ്റ് ചെയ്തു, കോസ്റ്റ് സെന്ററും ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്കത് വൗച്ചറിൽ ചെയ്യാം. വൗച്ചറിൽ ഇത് പേയ്മെന്റ് വൗച്ചർ ആണ്. സോ F5 പേയ്മെന്റ്. ഇവിടെ പേയ്മെന്റ് ചെയ്യുമ്പോൾ ട്രാവലിംഗ് എക്സ്പെൻസ് ഉള്ളത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ആ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ചെയ്തത് കോസ്റ്റ് കാറ്റഗറി ആണ് ക്രിയേറ്റ് ചെയ്തത്. ഇവിടുന്ന് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കീ എന്താ? ആ ഒരു ഫീൽഡിൽ നിന്നും ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കീ എന്താ? Alt C. യെസ്, Alt C. അപ്പൊ നേരെ ലെഡ്ജർ ക്രിയേഷനിലേക്ക് പോകും. ട്രാവലിംഗ് എക്സ്പെൻസ് ആണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് വരും. Ctrl A അടിച്ചു സേവ് ചെയ്തു. ട്രാവലിംഗ് എക്സ്പെൻസിന്റെ ടോട്ടൽ എമൗണ്ട് ഇവിടെ കൊടുക്കാം. ട്രാവലിംഗ് എക്സ്പെൻസിന്റെ ടോട്ടൽ 4000 ആണ്. ആ 4000 ഇവിടെ കൊടുക്കാം. എന്റർ അടിച്ചു. അപ്പൊ നമ്മളോട് കോസ്റ്റ് കാറ്റഗറിയും കോസ്റ്റ് സെന്ററും ചോദിക്കും. കോസ്റ്റ് കാറ്റഗറി വീണ്ടും ട്രാവലിംഗ് എക്സ്പെൻസ് ആണ്. കോസ്റ്റ് സെന്റർ ആതിരയ്ക്ക് എത്ര രൂപയാണ് ട്രാവലിംഗ് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ പേയ്മെന്റ് ചെയ്തത്?
ആതിരയ്ക്ക് 1000. ഓക്കെ, അപ്പൊ 1000 കൊടുത്തു. അടുത്തത് ഷാജിയാണ്. ഷാജിക്ക് 3000. സോ ഷാജി 3000 എന്നും കൊടുത്തു. ഓക്കെ, ക്രെഡിറ്റ് ചെയ്തു ഫെഡറൽ ബാങ്ക്. ബാങ്കിനെ തന്നെ കൊടുക്കുക കേട്ടോ. ഫെഡറൽ ബാങ്കിന് ഇപ്പൊ ഞാനത് ജസ്റ്റ് വേറെ ട്രാൻസാക്ഷൻ ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് നെഗറ്റീവ് വന്നിട്ടുള്ളത്. നിങ്ങൾക്കും അത് വരില്ല, നെഗറ്റീവ് വരില്ല. പേയ്മെന്റ് 4000 പേയ്മെന്റ് പോകും. ക്ലിയർ ആയോ? ഒന്നും കൂടെ ചെയ്ത് കാണിക്കണോ? പറഞ്ഞോ? ഒന്നും കൂടെ ചെയ്ത് കാണിക്കണോ? F11 നമ്മൾ ആദ്യം ക്ലിയർ ആയിന്നല്ലേ? F11 നമ്മൾ ആദ്യം ഇനേബിൾ ചെയ്തു. ദെൻ കോസ്റ്റ് കാറ്റഗറി ക്രിയേറ്റ് ചെയ്തു. കോസ്റ്റ് കാറ്റഗറി ആണ് എക്സ്പെൻസ് വരിക. ഫുഡ് എക്സ്പെൻസ്, ട്രാവലിംഗ് എക്സ്പെൻസ്, ഇതെല്ലാം കോസ്റ്റ് കാറ്റഗറിയാണ്. പിന്നെ ക്രിയേറ്റിൽ കോസ്റ്റ് സെന്റർ കൊടുത്ത് ആ എംപ്ലോയീസിന്റെ പേര് കോസ്റ്റ് സെന്റർ ആയിട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ വൗച്ചറിൽ നോർമലി പേയ്മെന്റ് വൗച്ചർ ചെയ്യുന്നത് പോലെ ചെയ്യുക. അപ്പൊ നിങ്ങളോട് ചോദിക്കും ഈ ഒരു എക്സ്പെൻസ് വന്നത് ഏത് കോസ്റ്റ് കാറ്റഗറി ആണെന്നുള്ളത് ചോദിക്കും. അപ്പൊ കോസ്റ്റ് കാറ്റഗറി നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ അടുത്തത് ഫുഡ് എക്സ്പെൻസ് ഉണ്ട്. ഫുഡ് എക്സ്പെൻസിന് നമ്മളിപ്പോ കോസ്റ്റ് സെന്റർ ചെയ്തിട്ടില്ല. ഇപ്പൊ ഞാൻ ഇവിടുന്ന് Alt C അടിച്ച് ഫുഡ് എക്സ്പെൻസ് കൊടുത്തു. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഫുഡ് എക്സ്പെൻസ് എമൗണ്ട് പോകുന്നത് 2000 ആണ്. 2000 കൊടുത്തു. നമ്മളിവിടെ ഇനേബിൾ ചെയ്തുകൊണ്ട് കോസ്റ്റ് കാറ്റഗറി ചോദിക്കും. ഞാൻ പക്ഷെ ഇത് ക്രിയേറ്റ് ഇല്ല. ഇവിടെ നിന്ന് എനിക്ക് Alt C അടിച്ച് ക്രിയേറ്റ് ചെയ്യാം. നേരെ കോസ്റ്റ് കാറ്റഗറിയിലേക്ക് പോയി. ഓക്കെ, ആ ഒരു കോസ്റ്റ് കാറ്റഗറിയുടെ അവിടുന്ന് Alt C അടിച്ചാൽ നേരെ അതിന്റെ ക്രിയേഷൻ വിൻഡോയിൽ എത്തി. ഇവിടുന്ന് എനിക്ക് വീണ്ടും ഫുഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇങ്ങനെയും ചെയ്യാം. കോസ്റ്റ് സെന്ററും ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. എന്ത് ചെയ്യാം? Alt C അടിച്ച് പോവുക. അപ്പൊ നോക്കുക കോസ്റ്റ് കാറ്റഗറി ഏതാണെന്ന് നോക്കണം കേട്ടോ. കോസ്റ്റ് കാറ്റഗറി ഇവിടെ ട്രാവലിംഗ് എക്സ്പെൻസ് കിടക്കുന്നത്. ബാക്ക് സ്പേസ് അടിച്ച് കോസ്റ്റ് കാറ്റഗറി ഫുഡ് എക്സ്പെൻസ് ആക്കി കൊടുക്കുക. അതൊന്ന് ശ്രദ്ധിക്കണേ. കോസ്റ്റ് സെന്റർ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പർട്ടിക്കുലർ കോസ്റ്റ് കാറ്റഗറി ഏതാണെന്നുള്ളത് തന്നെ ഉറപ്പ് വരുത്തുക. ആ ഒരു കോസ്റ്റ് കാറ്റഗറിയുടെ അണ്ടറിൽ തന്നെ ആ ഒരു കോസ്റ്റ് സെന്ററിനെ കൊടുക്കുക. ഇവിടെ ഫുഡ് എക്സ്പെൻസിൽ വന്നിട്ടുള്ളത് മോഹൻ, ഷമീർ, വിനു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പൊ ആ ഒരു പേര് ഞാനിവിടെ കൊടുക്കുക. Ctrl A അടിച്ച് സേവ് ചെയ്തു. മോഹന് പോയിട്ടുള്ളത് 500 രൂപയാണ്. എമൗണ്ട് 500 കൊടുത്തു. വീണ്ടും Alt C അടിച്ച് അടുത്തത് ക്രിയേറ്റ് ചെയ്തു. വിനുവിനെ കൊടുത്തു. ഫുഡ് എക്സ്പെൻസ് വീണ്ടും 500. ആ ഒരു രീതിയിൽ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഇവിടെ നിന്നും ഡയറക്ട്ലി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യം F11 ഈ ഒരു കോസ്റ്റ് സെന്റർ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്യുക. പിന്നെ നിങ്ങൾ അതിനുശേഷം എന്ത് ചെയ്യുമ്പോഴും, അതായത് എക്സ്പെൻസ് റിലേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കോസ്റ്റ് സെന്ററിന്റെ ഓപ്ഷൻ വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കമ്മീഷൻ പെയ്ഡ് ആണ്. കമ്മീഷൻ പെയ്ഡ് പ്രത്യേകിച്ച് ഒരാൾക്ക് അലോട്ട് ചെയ്തതല്ല, ഒരാളുടെ പേര് മാത്രമേ ഉള്ളൂ. അപ്പൊ കമ്മീഷൻ എമൗണ്ട് 2500 ഉണ്ടെന്ന് വിചാരിച്ചു, എൻ്റർ അടിച്ചു. അപ്പോഴും ഇവിടെ കോസ്റ്റ് കാറ്റഗറി എന്നുള്ള ഓപ്ഷൻ നമ്മളോട് ചോദിക്കും. ഓക്കെ, അപ്പൊ ഇത് എനിക്ക് കോസ്റ്റ് കാറ്റഗറിയുടെ ഓപ്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? കമ്മീഷൻ എന്നുള്ള ലെഡ്ജർ എടുക്കുക. ഇവിടെ നിന്ന് നേരെ ആ ഒരു ലെഡ്ജർ ഓൾട്ടറേഷൻ സ്ക്രീനിലേക്ക് പോകണം. അതിനായിട്ട് Ctrl Enter പ്രസ് ചെയ്യുക. Ctrl Enter നോക്കുക. നേരെ അതിന്റെ ഓൾട്ടറേഷൻ സ്ക്രീനിലേക്കാണ് നമ്മൾ പോയിട്ടുള്ളത്. ലെഡ്ജർ ഓൾട്ടറേഷൻ സ്ക്രീൻ. ഓക്കെ, ഇപ്പൊ കമ്മീഷൻ എന്നുള്ള ഈ ഒരു ലെഡ്ജറിന് കോസ്റ്റ് സെന്ററിന്റെ ആവശ്യമില്ല. അപ്പൊ എന്ത് ചെയ്യുക? കോസ്റ്റ് സെന്റർ ആപ്ലിക്കബിൾ എന്നുള്ള ഓപ്ഷൻ നോ ആക്കി കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ചിലപ്പം ആവശ്യം വരും. കാരണം നിങ്ങൾ ഇനി കോസ്റ്റ് സെന്റർ ഇനേബിൾ ചെയ്ത് എന്ത് എക്സ്പെൻസ് ചെയ്യുമ്പോഴും കോസ്റ്റ് കാറ്റഗറി ചോദിക്കും. കോസ്റ്റ് കാറ്റഗറി ആവശ്യമുള്ളിടത്ത് മാത്രം നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ മതി. അല്ലാത്തപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ലെഡ്ജറിലേക്ക് വരിക. കോസ്റ്റ് സെന്റർ ആപ്ലിക്കബിലിറ്റി എന്നുള്ള ഓപ്ഷൻ നോ ആക്കി കൊടുക്കുക. ഇനി നിങ്ങൾക്ക് അത് ഈ സ്ക്രീനിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക?
ഇവിടെ മോർ ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, മോർ ഡീറ്റെയിൽസ്. ഇതില് കോസ്റ്റ് സെന്റർ ആപ്ലിക്കബിലിറ്റി ചോദിക്കും, അത് നോ ആക്കി കൊടുക്കുക. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. പ്രത്യേകിച്ച് ഓൺലൈൻ സ്റ്റുഡൻസ്, സെന്ററിലുള്ളവർക്ക് ചിലപ്പോൾ അവിടെ ഫാക്കൽറ്റി ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. ഓൺലൈൻ സ്റ്റുഡൻസ് നിങ്ങൾ ശരിക്കും ഈ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ ഇരിക്കട്ടെ, നിങ്ങൾ ലീവ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അല്ലെങ്കിൽ പിന്നെ ഡൗട്ട് വരുമ്പോൾ ചോദിക്കാൻ ആളില്ലല്ലോ. കോസ്റ്റ് സെന്റർ ആപ്ലിക്കബിലിറ്റി നോ ആക്കി കൊടുക്കുക. എന്താ ഇവിടെ ചെയ്തത്? കോസ്റ്റ് ആ ഒരു പർട്ടിക്കുലർ ലെഡ്ജർ എടുത്തു, മോർ ഡീറ്റെയിൽസ് റൈറ്റ് സൈഡിൽ മോർ ഡീറ്റെയിൽസ്, ഇതില് കോസ്റ്റ് സെന്റർ ആപ്ലിക്കബിലിറ്റി എന്നുള്ള ഓപ്ഷൻ എന്റർ അടിക്കുക. കോസ്റ്റ് സെന്റർ ആപ്ലിക്കബിലിറ്റി അത് നോ ആക്കി കൊടുക്കുക. കൺട്രോൾ എ അടിച്ച് സേവ് ചെയ്തു. ഇതിന് ശേഷം ഇത് എന്റർ അടിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോസ്റ്റ് സെന്ററിന്റെ ഓപ്ഷൻ വരില്ല. ഓക്കെ, ക്ലിയർ ആണോ? കോസ്റ്റ് സെന്റർ ക്ലിയർ ആണോ? അതേപോലെ കോസ്റ്റ് സെന്റർ വേണ്ടാത്തടുത്ത് അത് ഓഫ് ചെയ്യാനും കാര്യം. ഓക്കെ, കോസ്റ്റ് സെന്റർ എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ എക്സ്പെൻസ് അത് ആർക്കൊക്കെ അലോട്ട് ചെയ്തു എന്നത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ കോസ്റ്റ് സെന്ററിന്റെ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. കോസ്റ്റ് കാറ്റഗറി ആണ് ആ ഒരു എക്സ്പെൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. കോസ്റ്റ് സെന്റർ എന്നുള്ളത് ആർക്കൊക്കെ ആ എക്സ്പെൻസ് അലോട്ട് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ കാണിക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ജസ്റ്റ് വേറൊരു കാര്യം കൂടി ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോ നമ്മൾ പർച്ചേസും സെയിൽസും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഓപ്ഷൻ നിങ്ങളോട് ചോദിക്കും. ഞാൻ അതൊന്ന് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്കത് ഫോർ എക്സാമ്പിൾ F8 സെയിൽസ് ആയിക്കോട്ടെ. സെയിൽസില് ചുമ്മാ ഒരു പാർട്ടിനെ ക്രിയേറ്റ് ചെയ്യാം. അതൊരു സെയിൽസ് വൗച്ചർ ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ഇതുപോലെ എൻട്ര അടിക്കുമ്പോൾ ഒരു സെയിൽസിന്റെ വൗച്ചർ എൻട്ര അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ 4 ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ 4 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് അഡ്വാൻസ്, എഗെയിൻസ്റ്റ് റെഫറൻസ്, ന്യൂ റെഫറൻസ്, ഓൺ അക്കൗണ്ട്. ഇതിൽ അഡ്വാൻസ് എന്നുള്ളത് നമ്മൾ കസ്റ്റമറിന്റെ അടുത്ത് നിന്നും അഡ്വാൻസ് ആയിട്ട് എമൗണ്ട് റിസീവ് ചെയ്യുമ്പോഴാണ് ഈ അഡ്വാൻസിന്റെ ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, ബിൽ വൈസ് ഡീറ്റെയിൽസ് ഒന്ന് നോട്ട് ചെയ്തോ. അഡ്വാൻസ് എന്നുള്ളത് കസ്റ്റമറിന്റെ അടുത്ത് നിന്നും അഡ്വാൻസ് എമൗണ്ട് റിസീവ് ചെയ്യുമ്പോഴാണ് ഈ അഡ്വാൻസിന്റെ ഓപ്ഷൻ കൊടുക്കുക. എഗെയിൻസ്റ്റ് റെഫറൻസ് എന്തെങ്കിലും പർട്ടിക്കുലർ സെയിൽസോ അല്ലെങ്കിൽ പർച്ചേസോ വരുന്ന ടൈമിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അതിന്റെ റിസീപ്റ്റും പേയ്മെന്റും ചെയ്യുമ്പോഴാണ് എഗെയിൻസ്റ്റ് റെഫറൻസ് വരിക. ഓക്കെ, സെയിൽസും പർച്ചേസും ഒക്കെ റെക്കോർഡ് ചെയ്തതിന് ശേഷം അതിന്റെ റിസീപ്റ്റോ പേയ്മെന്റോ ചെയ്യുമ്പോഴാണ് എഗെയിൻസ്റ്റ് റെഫറൻസ് കൊടുക്കുക. ന്യൂ റെഫറൻസ് സെയിൽസിനും പർച്ചേസും റെക്കോർഡ് ചെയ്യുമ്പോൾ, ക്രെഡിറ്റ് പർച്ചേസും ക്രെഡിറ്റ് സെയിൽസും റെക്കോർഡ് ചെയ്യുമ്പോൾ ന്യൂ റെഫറൻസ് നിങ്ങൾക്ക് കൊടുക്കാം. ന്യൂ റെഫറൻസ് ഓക്കെ, ക്രെഡിറ്റ് പർച്ചേസും ക്രെഡിറ്റ് സെയിൽസും കാണിക്കുമ്പോൾ ന്യൂ റെഫറൻസ് കൊടുക്കാം. ഓൺ അക്കൗണ്ട് ഇതിലൊന്നും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഓൺ അക്കൗണ്ട് കൊടുക്കുക. ഇപ്പൊ ഒരു ഓപ്പണിംഗ് ബാലൻസിന് അഗെയിൻസ്റ്റ് ആയിട്ട് പേയ്മെന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു റൗണ്ട് ഓഫിന്റെ ഫിഗർ നിങ്ങൾക്ക് കാണിക്കണം. ഓക്കെ, അപ്പൊ ഇതിൽ 3ലും പറ്റുന്നില്ല എങ്കിൽ ഓൺ അക്കൗണ്ട് കൊടുക്കാം. അപ്പൊ ഇവിടെ ഇപ്പൊ സെയിൽസ് ആയിരുന്നു, അപ്പൊ ഞാൻ ന്യൂ റെഫറൻസ് കൊടുക്കുകയാണ്. ന്യൂ റെഫറൻസ് ഓക്കെ, കൺട്രോൾ എ അടിച്ചു സേവ് ചെയ്തു. ഈ സെയിൽസ് എമൗണ്ട് പിന്നീട് ഈ സെയിൽ ചെയ്ത എമൗണ്ട് ഈ പാർട്ടി എനിക്ക് തന്നു എന്ന് വിചാരിക്കും. ഇപ്പൊ ആരോമില് ഇതിനെനിക്ക് തന്നു. ഈ എമൗണ്ട് തരുമ്പോൾ ഞാനത് സ്വാഭാവികമായിട്ടും റിസീപ്റ്റ് വൗച്ചറിലാണ് കാണിക്കുക. ആരോമിൽ എനിക്ക് ഈ ഒരു എമൗണ്ട് തന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി ആരോമിൽ എന്നുള്ള പാർട്ടിയുടെ പേരിട്ടപ്പോ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം കറണ്ട് ബാലൻസ് എന്ന് പറഞ്ഞ് ആ പാർട്ടി നമുക്ക് തരാനുള്ള എമൗണ്ട് മൊത്തം നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, ഇപ്പൊ ഈ എമൗണ്ട് ആണ് ഈ പാർട്ടി എനിക്ക് തരാനുള്ളത്. സോ 210 എന്നുള്ള ആ ഒരു എമൗണ്ട് ഫുൾ എമൗണ്ട് ഞാൻ ഇവിടെ കാണിച്ചു.
എന്റർ അടിക്കുമ്പോൾ ഇവിടെ വീണ്ടും നമുക്ക് ഈ ഓപ്ഷൻ വരും. ഇതിൽ ഏത് ഓപ്ഷനാ കൊടുക്കണ്ടേ ഒന്ന് ഗസ് ചെയ്യാവോ? അഡ്വാൻസ് ആണോ, എഗെയിൻസ്റ്റ് റെഫറൻസ് ആണോ, ന്യൂ റെഫറൻസ് ആണോ, ഓൺ അക്കൗണ്ട് ആണോ? ഏതാ? against. യെസ്, എഗെയിൻസ്റ്റ് റെഫറൻസ് ആണ്. ന്യൂ റെഫറൻസ് നമ്മൾ ആ ഒരു സെയിൽസ് ചെയ്ത ടൈമിൽ ന്യൂ റെഫറൻസ് കൊടുത്തു. അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ ഒരു പേയ്മെന്റ്, ഈ ഒരു റിസീപ്റ്റ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. സോ അതാ എഗെയിൻസ്റ്റ് റെഫറൻസ് കൊടുക്കുമ്പോൾ നമ്മളോട് ചോദിക്കും, എഗെയിൻസ്റ്റ് റെഫറൻസിന് അത് ട്രാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു നമ്പർ, എഗെയിൻസ്റ്റ് റെഫറൻസ് നമ്പർ 1 ആയിരുന്നു കൊടുത്തിരുന്നത്, അത് നമ്മളോട് ചോദിക്കും. മീൻസ് അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾ. ദെൻ പാർട്ടി എന്താണ്, ഇപ്പൊ ക്യാഷ് ആണ് തന്നതെങ്കിൽ ക്യാഷ് കാണിക്കാം, അല്ലെങ്കിൽ ബാങ്ക് ആണെങ്കിൽ ബാങ്ക് കാണിക്കാം. ഓക്കെ, കൺട്രോൾ അടിച്ച് സേവ് ചെയ്ത്. ഇപ്പൊ പർച്ചേസും സെയിൽസും ആവുമ്പോൾ നിങ്ങൾ എപ്പോഴും ന്യൂ റെഫറൻസ് കൊടുക്കുക. അതിന് എഗെയിൻസ്റ്റ് ഉള്ള റിസീപ്റ്റ് പേയ്മെന്റിന് എഗെയിൻസ്റ്റ് റെഫറൻസ് കൊടുക്കുക. മെയിൻ ആയിട്ടും അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ആണെങ്കിൽ ഓൺ അക്കൗണ്ട് കൊടുത്താൽ മതി. ഇതിൽ കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഓൺ അക്കൗണ്ട് കൊടുക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇന്നത്തെ വൗച്ചേഴ്സ് മെയിൻ ആയിട്ടും നിങ്ങൾക്ക് ഈ ഒരു കോസ്റ്റ് സെന്റർ, കോസ്റ്റ് കാറ്റഗറി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതേപോലെ എക്സ്പെൻസുകളുടെ കുറച്ച് പേയ്മെന്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഡൗട്ട് അടിക്കാൻ മാത്രം ഒന്നും ഇല്ല. പിന്നെ സെയിൽസിന്റെ ഒരു വൗച്ചർ ഉണ്ട്, അതൊക്കെ നിങ്ങൾ ഇനി തന്നെ ചെയ്തോളൂ. പ്രത്യേകിച്ച് ഞാൻ ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എക്സ്പേർട്ടായി നിങ്ങൾ അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അസൈൻമെന്റ് വന്നിട്ടുണ്ടാവും, ഒന്ന് ചെക്ക് ചെയ്യുക, FSCയിൽ ചെക്ക് ചെയ്യുക. ദെൻ ഇന്നത്തേത് ചെയ്ത് കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, താങ്ക് യു. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങളുടെ ബാലൻസ് ഷീറ്റിന്റെ ടാലി എമൗണ്ട് എത്ര? ബാലൻസ് ഷീറ്റ്, ഇന്നത്തെ ബാലൻസ് ഷീറ്റിന്റെ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആയിരിക്കും ബാക്കി ബാലൻസ് ഷീറ്റ് ഫിഗർ? എത്രയാ കിട്ടിയത്? എത്രയാ ഇന്നലത്തെ? ഞാൻ നോക്കട്ടെ. ഇന്നലെ ഡേ 7 അല്ലേ? പതിനാറ് ലക്ഷത്തി 13,673. 16,673 ആണ്. അതിന്റെ ഇടയ്ക്കുള്ളൊരു അതിനിടയ്ക്ക് ഒരു 3,000-2,000 രൂപയുടെ ഒരു ഷോർട്ട് ഉണ്ട്. അത് ഏതോ ക്വസ്റ്റ്യനകത്ത് വന്നത് ആണെന്നാണ് ഇവിടെ പറഞ്ഞത്. ഈ ഒരു സ്ക്രീൻഷോട്ട് കാണുന്നുണ്ടോ? ഇതിൽ എന്താ, എന്ത് എമൗണ്ടാ കിട്ടാത്തേന്ന് നോക്കാവോ? അതെന്താണെന്നറിയോ, ആ സാലറീസ് പേയബിൾ കണ്ടോ? അല്ല, ഒരു 15,000 കണ്ടോ? റെന്റ് ആൻഡ് ഏതിന്റെ പറഞ്ഞതിന് 15,000 കണ്ടോ? ആ 15,000 നമ്മളൊക്കെ കൊടുത്തിരിക്കുന്ന 20,000. അത് കഴിഞ്ഞിട്ട് ഒരു 5,000ന്റെ പേയ്മെന്റ് ഉണ്ടായിരുന്നു. ഒരു 5,000 ഫസ്റ്റ് ഡേയിൽ തന്നെ ഒരു പേയ്മെന്റ് ഉണ്ടായിരുന്നു. ഒരു മിനിറ്റ്. ആ പേയ്മെന്റ് പോയത് ഈ റെന്റ് ആൻഡ് യൂട്ടിലിറ്റീസിന്റെ എമൗണ്ടിൽ നിന്നായിരിക്കണം. ഓൾറെഡി റെന്റ് ആൻഡ് യൂട്ടിലിറ്റീസ് പേയബിൾ എന്നൊരു ലെഡ്ജർ ഉള്ളത് കൊണ്ട് ഇതാ ആ 5,000 ആണ് ഡിഫറൻസ്. ഡേ 4 ല്
ഡേ 4 രണ്ടാമത്തെ ബില്ല് യൂട്ടിലിറ്റി എക്സ്പെൻസ്. ഇത് നിങ്ങൾ എങ്ങനെയാ ചെയ്തത്? 5,000. ഇത് യൂട്ടിലിറ്റി എക്സ്പെൻസ് എന്ന് പറഞ്ഞ് വീണ്ടും ചെയ്തോന്നൊന്ന് നോക്കാവോ? ഇതിന്റെ പേയ്മെന്റ് പോകേണ്ടത് യൂട്ടിലിറ്റീസ് പേയബിൾ അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് എന്ന് വേണം പോകാൻ. പക്ഷേ പേബിൾ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇത് ആക്ച്വലി കഴിഞ്ഞ മാസം നമുക്ക് അതിന്റെ ഒരു ഡ്യൂ എൻട്രി ഉണ്ടായിരുന്നു. സോ അതിൽ